അതിനെ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, ഒരു മുസ്ലിമിന്, ഒരു വിശ്വാസിക്ക് ഈ പറഞ്ഞ പോലെ CPM പ്രവർത്തകനാകാൻ പാടില്ല, വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ CPMലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലീഗിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അത് വിശ്വാസത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു വ്യാഖ്യാനം നൽകുന്നത് ആ വ്യാഖ്യാനം ആരും അംഗീകരിക്കുന്നില്ല. അതൊക്കെ ചിലർ അവിവേകത്തോടു കൂടെ പറയുന്നു എന്നല്ലാതെ, വികാരത്തിന് അടിമപ്പെട്ട് പറയുന്നതല്ലാതെ 100% ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രം എന്നുള്ള തിയറി രാഷ്ട്രീയ രംഗത്ത് സാധ്യമില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ അത് അതിൻ്റേതായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൽ മറ്റ് സമുദായ കക്ഷികളുണ്ടാവൂലേ, അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ലേ, സീറ്റ് കൊടുക്കണ്ടേ? അപ്പം തന്നെ മനസ്സിലായല്ലോ എന്തെന്നുള്ളത്. അതേ സ്ഥാനത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആരെയും അവകാശങ്ങൾ വ്രണപ്പെടുത്താതെ, ആരെയും വേദനിപ്പിക്കാതെ ഈ ന്യൂനപക്ഷത്തിൻ്റെ പുരോഗതിക്കും ഒത്തൊരുമക്കും കൂട്ടായ്മക്കും വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഇഫ്താർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഫ്താറിൽ പോയിട്ട് പിണറായി വിജയൻ്റെ വലതുവശത്താണോ ഇടതുവശത്താണോ ഇരുന്നത് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഏതായാലും ഒരു വശത്തിരുന്ന് ഇഫ്താറൊക്കെ നടത്തി തിരിച്ചു വന്ന അദ്ദേഹമാണ്, മാന്യദ്ദേഹമാണ് ഇപ്പം സംസാരിച്ചത്. അപ്പോൾ മാന്യദ്ദേഹത്തിന് കുറേ സംസാരിക്കാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരാൾ ഡൽഹിയിൽ പോയിട്ട് നരേന്ദ്രമോദിയെ കണ്ടിട്ട് കാല് നക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ സംസാരങ്ങളൊക്കെ നടത്തിയിട്ട്, കാരണം ഇവർക്കൊന്നും ഇതിൽ യാതൊരു പ്രശ്നമില്ല. ഇവർക്ക് കുറേ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയാണ്, ഇവർക്ക് കുറേ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ തലക്കെട്ടും ഈ താടിയും തലപ്പാവും ഒക്കെ കാണുമ്പോൾ ആരും കരുതേണ്ട വലിയ സർവീസാണ് എന്നൊക്കെ. സർവീസൊന്നുമല്ല, സർവീസുകളെക്കാളൊക്കെ വലിയത് അതിൻ്റെയൊക്കെ മറവിൽ പല ബിസിനസ് സ്ഥാപനങ്ങളും നടത്തുന്ന ആളുകളാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ ബിസിനസ്, ചാരിറ്റി ബിസിനസ്, ഇതൊക്കെയാണ് ഇവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിടക്കിടക്ക് ഈ പറയുന്ന അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ആളുകളെ ഇങ്ങനെ തൊട്ടും തലോടിയും സോപ്പിട്ടും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികാരത്തിലിരിക്കുന്ന എല്ലാവരോടുമില്ല. മുമ്പേ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തോട് വലിയ ഒരു മമതയുണ്ട്. അതുകൊണ്ട് തന്നെ അരിവാൾ സുന്നി എന്നാണ് മുമ്പ് മുതലേ അറിഞ്ഞപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പിണറായി വിജയനെ പോയി കണ്ടു, തിരിച്ചു വന്നു, ഉടനടി മാതൃഭൂമി ചാനൽ ഓടി വരുന്നു, ഇൻ്റർവ്യൂ എടുക്കുന്നു. ഇതൊരു PR ആണ്, മനസ്സിലായില്ലേ? കാരണം പല രീതിയിലുള്ള PR തോറ്റ് തുന്നം പാറി നിൽക്കുമ്പോൾ, എല്ലാ PR ജനം ഇങ്ങനെ തുറന്ന് കാട്ടുമ്പോൾ, PR തകർന്നടിയുമ്പോൾ അടുത്ത രീതിയിലൊരു PR ആണ്. കാരണം തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരാൻ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കുമ്പോൾ പിന്നെ സജി ചെറിയാനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും മണിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും അങ്ങനെ പലരും ഈ ഉമ്മത്തിനെ അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തതും തീവ്രവാദിയും രാജ്യദ്രോഹിയും ഒക്കെ ആക്കിയതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഖലീൽ തങ്ങൾ പറയുന്നത്, മന്ത്രിമാർ പറയുന്നതൊന്നും പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നാണ്. മന്ത്രിമാർ പറയുന്നത് പിന്നെ പാർട്ടിയുടെ അഭിപ്രായം അല്ലെങ്കിൽ പിന്നെ ആരുടെ അഭിപ്രായമാണ്? അങ്ങനെ ഒരു മന്ത്രി ആ മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ നയം അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നയമല്ലാതെ സ്വന്തം അഭിപ്രായം പറയാൻ പാടുണ്ടോ? പാടില്ല എന്നുള്ളതാണ്. ആര് വേണമെങ്കിലും, നിങ്ങളിപ്പോൾ അരിവാളോ അല്ലെങ്കിൽ താമരയോ എന്ത് വേണമെങ്കിൽ ആയിക്കും, നമുക്ക് അതിലൊന്നും യാതൊരു ഇതില്ല. താമര വേണമെങ്കിൽ താമരയാവാം, അരിവാൾ വേണമെങ്കിൽ അരിവാളാകാം, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. പക്ഷേ ചോദ്യം ഒന്ന് മാത്രമാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേണ്ടുവോളം കാല് നക്കി ഇറങ്ങിയിട്ട് ഇവരെയൊക്കെ മഹാന്മാരാക്കുന്നതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് മാത്രം മനസ്സിലാവുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന പാണക്കാട് തങ്ങൾ, അവർക്കെന്താ വലിയ പ്രത്യേകത, തങ്ങന്മാരൊക്കെ ഒരുപോലെയാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു കുറച്ച് നേരമുണ്ട് ഇത്. അപ്പോൾ അതിൽ പാണക്കാട് തങ്ങൾക്ക് എന്താ പ്രത്യേകത എന്നാണ് ചോദിക്കുന്നത്. പാണക്കാട് തങ്ങൾക്ക് എന്താ പ്രത്യേകത എന്ന് അറിയണമെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ആ പാണക്കാട്ടെ വീട്ടിലൊന്ന് പോയാൽ മതി. ജനം നൽകുന്ന ഒരു പ്രത്യേകതയുണ്ട്. സാധാരണക്കാരായ പാവങ്ങളായിട്ടുള്ള നിരാലംബരായിട്ടുള്ള അല്ലാത്തവരുമായിട്ടുള്ള ഈ ഉമ്മത്തിൽ പെടുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള പൊതുജനം നൽകുന്ന ഒരു അംഗീകാരമുണ്ട്. അതാണ് പ്രത്യേകത.
ആ പ്രത്യേകത എല്ലാവർക്കും കിട്ടൂല, അത് ജനം കൊടുക്കുന്നതാ. മനസ്സിലായില്ലേ? പിന്നെ തങ്ങള് ആയതുകൊണ്ട് പ്രത്യേകതയുണ്ടോ? അതുണ്ടത് ഉള്ളത് കൊണ്ടാണല്ലോ സാധാരണക്കാരൻ അങ്ങോട്ട് ഒഴുകി ചെല്ലുന്നത്. മനസ്സിലായില്ലേ? പിന്നെ തങ്ങന്മാരെല്ലാവരും ഒരുപോലെയാണ് എന്ന് മാത്രം ഈ തലയെക്കെട്ട് കെട്ടിയിട്ട് ഖലീൽ തങ്ങൾ പറയരുത്. മനസ്സിലായില്ലേ? അത് അങ്ങനെയല്ല. കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. അതിനിപ്പോൾ തങ്ങളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ മനുഷ്യർക്കും ഒരേ സ്ഥാനമല്ല ഉള്ളത്. ഇപ്പോൾ 1,25,000-ത്തിലധികം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരേ സ്ഥാനമാണോ ഉള്ളത്? ആണോ? അല്ലല്ലോ. എല്ലാവർക്കും ഒരേ സ്ഥാനമാണോ ഉള്ളത്? അല്ല. ഇനി ഈ ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായ കോടാനുകൂടി ജനങ്ങളുണ്ട്, പല മതത്തിലും പല വിശ്വാസത്തിലും ഒക്കെ ജീവിക്കുന്ന. അപ്പോൾ ആ മനുഷ്യരിൽ അള്ളാഹിൻ്റെ മുത്തു റസൂലും ഈ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെയാണോ? എല്ലാവരും ഒരുപോലെയാണോ? അല്ലല്ലോ. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. ഈ പണ്ഡിതന്മാരെല്ലാവരും ഒരുപോലെയാണോ? അല്ല. അവരിലും പല ലെവലിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പല ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരും ഒരുപോലെയാണ് എല്ലാവരും? അല്ല. അവരും പല രീതിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണോ? അല്ലല്ലോ. അപ്പോൾ തങ്ങളെല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് തങ്ങൾ? എവിടുത്തെയാണ് തങ്ങൾ? ഈ തങ്ങളുടെ പാരമ്പര്യവും അസലുമൊക്കെ എവിടേക്ക് എത്തിച്ചേരുന്നു എന്നൊക്കെയുള്ളത് വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. തങ്ങളാണോ ഇനി തങ്ങളല്ലേ എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. എന്തായാലും പാണക്കാട് തങ്ങൾക്ക്, പാണക്കാട്ടെ തങ്ങന്മാർക്കും ആ കുടുംബത്തിനും ഈ ഉമ്മത്ത് ഒരു പ്രത്യേകത കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതൊരു അംഗീകാരമാണ്. അത് എല്ലാ തങ്ങന്മാർക്കും കിട്ടുന്നതാണോ? അല്ല, കിട്ടൂല. അതിപ്പോൾ അതിന് എന്തെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. ജനം അത് അങ്ങോട്ട് അനുവദിച്ച് തരണം. ജനം തന്നാലല്ലേ അത് കിട്ടുള്ളൂ. അതല്ലാതെ ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നൊന്നല്ലല്ലോ. അപ്പോൾ പറയാനുള്ളത് എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ ബിസിനസ് നന്നായിട്ട് വളർത്തിക്കോ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ. പക്ഷെ ഇടയിൽ കൂടിയിട്ട് ഈ ഉമ്മത്തിനെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് ആരുടെയെങ്കിലും താല്പര്യങ്ങൾക്കോ അജണ്ടകൾക്കോ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കൂടെ? ഈ ഉമ്മത്തിൽ എന്തിനാ ഫിത്ന ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഫിത്ന ഉണ്ടാക്കുന്നത്? നിങ്ങളെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഉമ്മത്തിനെ ഫിത്നയിലേക്ക് തള്ളി വിട്ടിട്ട് വേണോ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ? ബിസിനസ്സൊക്കെ ആവാം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം. എഡ്യൂക്കേഷണൽ ട്രസ്റ്റുകളും ചാരിറ്റബിൾ ട്രസ്റ്റുകളും എഡ്യൂക്കേഷണൽ ബോഡികളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിലൂടെ നന്നായിട്ട് ബിസിനസ് നടത്താം. ബിസിനസ്സൊക്കെ നടത്തിക്കോ, അതൊന്നും ആർക്കും കുഴപ്പമില്ല. ആ ബിസിനസ് നടത്തുന്നവർ, ഡൊണേഷൻ വാങ്ങുന്നവർ, അഡ്മിഷന് ഡൊണേഷൻ വാങ്ങുന്നവർ, ഇവരൊക്കെ ഒരു കാര്യം ആലോചിക്കണം. ആരാണ് ആ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വരുന്നവരാരാണ്? അവരുടെ കയ്യിൽ നിന്ന് ആ ഡൊണേഷൻ വാങ്ങേണ്ടതുണ്ടോ? ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങുന്നതാണോ ഡൊണേഷൻ? ഇപ്പം നിനക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നീ 50,000 തരണം എന്ന് പറയുന്നതാണോ ഡൊണേഷൻ? അതല്ല. എൻ്റെ കൊച്ചിന് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു അഡ്മിഷൻ നൽകുമ്പോൾ ഞാൻ മനസ്സറിഞ്ഞിട്ട് 50 1 കൊടുക്കുന്നതാണോ ഡൊണേഷൻ? അപ്പോൾ പിടിച്ചു വാങ്ങുന്നതിന് ഡൊണേഷൻ എന്നാണോ പറയുന്നത്? അപ്പോൾ ഇത്തരത്തിൽ ബിസിനസ് സംരംഭങ്ങളും സ്ഥാപനങ്ങളും വളർത്തിയെടുക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ ആയിക്കോളൂ, ആവണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബിസിനസ്സൊക്കെ നന്നായിട്ട് ചെയ്തോളൂ, നല്ല ബിസിനസ് നന്നായിട്ട് വളരട്ടെ, പന്തലിക്കട്ടെ. ഒരു കാര്യമുണ്ടല്ലോ, ഈ തലക്കെട്ടും തൊപ്പിയും ഒക്കെ ഉള്ളത് കൊണ്ടും കമീസൊക്കെ ഉള്ളത് കൊണ്ടും ബിസിനസ് വളർത്താനും വളരെ സൗകര്യമാണ്, എളുപ്പമാണ് അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരൻ പൊട്ടന്മാർ വീട് പോവുകയാണ്, വിശ്വസിച്ച് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നടത്താൻ എളുപ്പമുണ്ട്, എളുപ്പമില്ലാതൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ നടത്തിക്കോ. പക്ഷെ ഇതൊക്കെ നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആരുടെയോ അജണ്ടയുടെ ഭാഗമായിട്ട് ഇപ്പം ഇന്നലെ ഈ ഖലീൽ തങ്ങൾ നടത്തിയിരിക്കുന്ന ഈ അഭിമുഖം അതൊരു PR ആണ്, അതൊരു അജണ്ടയാണ്. ആ അജണ്ട എവിടെ നിർണ്ണയിക്കപ്പെട്ടു? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഇഫ്താറിൽ നിർണ്ണയിക്കപ്പെട്ടു. ആ ഇഫ്താർ കഴിഞ്ഞ് വന്നു, ഉടനടി ഇൻ്റർവ്യൂ നടക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഉമ്മത്തിനിടയിൽ ഫിത്ന ഉണ്ടാക്കിയിട്ട് ആവരുത് നിങ്ങളുടെ ബിസിനസ് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ബിസിനസ്സൊക്കെ ആയിക്കോ, ബിസിനസ് ചെയ്യുന്നതിനൊന്നും നമ്മൾ ആരും എതിരൊന്നുമില്ല. അത് ബിസിനസ്സാണെന്ന് സമ്മതിച്ചാൽ മാത്രം മതി അല്ലേ? ഇനിയിപ്പോൾ സമ്മതിച്ചില്ലെങ്കിലും ഇതൊക്കെ ബിസിനസ്സാണ്. ബിസിനസ് നമുക്ക് കണ്ടാലറിയില്ലേ? ഒരാൾ സർവീസ് ചെയ്യുന്നതും ഒരാൾ ബിസിനസ് നടത്തുന്നതും
പൊട്ടന്മാരാണോ? അപ്പോൾ അതൊക്കെ ആയിക്കോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വല്ലതും ലഭിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ലഭിച്ചതിൻ്റെ പ്രത്യുപകാരമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ജനം വിലയിരുത്തും, ഉമ്മത്ത് വിലയിരുത്തും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ പാണക്കാട് തങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ജനത്തിനറിയാം, ജനം വിലയിരുത്തിയിട്ടുമുണ്ട്, അവരത് ഉൾക്കൊള്ളുന്നവരുമാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാലോ പിണറായി വിജയൻ ഒരു ഭൂലോക തോൽവിയാണെന്ന് പറയാലോ. ജനം അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? എൻ്റെ അഭിപ്രായം അത് എല്ലാവർക്കും ആ അഭിപ്രായം ഉണ്ടോ എന്നുള്ളതാണല്ലോ. മനസ്സിലായില്ലേ? അപ്പം അതുപോലെ പാണക്കാട് തങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അതുണ്ട്. അതിപ്പോൾ ഖലീൽ തങ്ങളുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഖലീൽ തങ്ങളുടെ അംഗീകാരമോ വന്നില്ലെങ്കിലും ആ പറയുന്ന പ്രത്യേകതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടാവുമോ? ഒരു കുറവുണ്ടാവില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് പാണക്കാട് തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ആ പ്രത്യേകതയൊക്കെ ഇല്ലാതാവുമെന്നോ അങ്ങനെയൊന്നും ആരും കരുതണ്ട. ഇത് ഈ പറയുന്ന ഉമ്മത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ അതൊക്കെ ചെയ്യുമ്പോൾ ആ ജനം അംഗീകരിച്ച് വകവെച്ച് കൊടുക്കുന്നത് അതൊരു പ്രത്യേകതയാണ്. ഈ ജനത്തിൻ്റെ അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു പ്രത്യേകതയാണ്. അതെല്ലാവർക്കും കിട്ടൂല. അത് ഈ പറയുന്ന ഒരു ചുരുങ്ങിയ ആളുകൾക്കാണ് കിട്ടുള്ളൂ. അത് അവർ സംഘടനയുടെ തലപ്പത്തോ അല്ലെങ്കിൽ മറ്റുള്ളിടത്തോ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ അവർക്കത് ലഭിക്കും. അതെന്താ? ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങൾ പാണക്കാട് വീട്ടിൻ്റെ മുറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിറയെ ആളുകളാ. എന്തിനാ വരുന്നത്? പാണക്കാട് തങ്ങൾ പോക്കറ്റ് നിറയെ കാശ് കൊടുക്കുന്നത് കൊണ്ടാണോ? അല്ലല്ലോ. അതൊരു സമാശ്വാസത്തിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ ഒക്കെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ പലരും പല രീതിയിലുള്ള പരാതികളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് ബോധിപ്പിക്കുമ്പോൾ തങ്ങളതൊക്കെ കേട്ടിട്ട് തങ്ങൾ ചിലപ്പോൾ അതൊക്കെ ഒന്നും പരിഹരിക്കാൻ പറ്റില്ല. ഒരു സമാശ്വാസത്തിൻ്റെ ഒരു വാക്കുണ്ട്. ഇത് വേറെ കാര്യമുണ്ട്. ഇൻ്റെ അടുത്തേക്ക് ആള് വരുന്നില്ല എന്ന് കരുതിയിട്ട് അവിടെ ആള് പോകുന്നുണ്ടെങ്കിൽ അവൻ ഇന്നെക്കാളും അത് ജനം കൊടുക്കുന്നതാണോ? ഇത്രമാത്രം അസ്വസ്ഥപ്പെടേണ്ടത് എന്താണ്? മനസ്സിലായില്ലേ? പാർട്ടി ഏത് വാങ്ങിക്കോ, അരിവാൾ സുന്നിയോ അല്ലെങ്കിൽ താമര സുന്നിയോ ഏത് വേണമെങ്കിലും ആയിക്കോ, അതിലൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാത്തിൻ്റെയും ബേക്കിൽ ഈ ഉമ്മത്തിനെ വെച്ച് കെട്ടണ്ട, അത്രയേ ഉള്ളൂ. ഈ ഉമ്മത്തിനെ ഫിത്നയിലേക്ക് കൊണ്ടുവരണ്ട. നിങ്ങൾ ഏത് വേണമെങ്കിലും പേഴ്സണലി എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ഡൽഹിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ താമരയിലേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അരിവാളിലേക്ക്. അത് വേണ്ട, അതത്ര നല്ല ഏർപ്പാടുമല്ല.